തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇവിടുത്തെ പോലീസായാലും നെയ്യാറ്റിൻകര പോലീസായാലും ഡിവൈഎസ്പി ആയാലും RDO ഒക്കെ ആയാലും ആദ്യം നമ്മളോട് സമീപിച്ചൊരു നിലപാട്, നിങ്ങൾക്കൊരു നോട്ടീസും തരേണ്ട ഒരു ആവശ്യമില്ല, ഇവിടെ ക്രമസമാധാന പ്രശ്നമാണ്, അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നത്തിലുള്ള നടപടി മാത്രമാണ് സ്വീകരിക്കുന്നത്. നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല, ഇത് കേവലം ഒരു വ്യക്തിയെ കുഴിച്ചിട്ടു, ആ കുഴിമാന്തി എടുക്കുന്ന ഒരു ലാഘവത്തിൽ പോലീസോ ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോകരുത് എന്നുള്ള നമ്മുടെ ആവശ്യം. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചർച്ചയ്ക്ക് ശേഷം നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയും രണ്ട് മക്കളും ഞാനുമൊക്കെ ആയിട്ട് ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അവർ നമുക്ക് ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനം അറിയിച്ചു. അതിനുശേഷം ഇന്ന് നോട്ടീസ് നൽകുമെന്ന് അറിയിച്ചു. തീർച്ചയായിട്ടും ഈ നമ്മൾ പറയുന്ന കൺസേൺ സമാധിയാണ് എന്നുള്ളൊരു കൺസേൺ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ, അതായത് സ്വർഗവാതിൽ ഏകാദശി ദിവസത്തിൽ അദ്ദേഹത്തെ സമാധിയാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം 41 ദിവസത്തെ കൃത്യമായിട്ടുള്ള പൂജയുണ്ട്. ആ ഒരു കൺസേൺ ഒക്കെ തന്നെ ഇന്നലെ ഇപ്പോൾ RDO കൺസേൺ ചെയ്തിട്ടുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയമാണെങ്കിൽ പോലും ഇന്നലത്തെ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് സമയം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ചലഞ്ച് ചെയ്യാമെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന രീതിയിലോട്ട് തന്നെയാണ്. എവിടെയാണോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ റിട്ട് പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്, അവിടെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അടക്കം നമ്മൾ പോകുന്നുണ്ട്. അതിന്റെ രേഖകൾ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആശുപത്രി അടക്കമുള്ള രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് ഹൈക്കോടതിയിലടക്കം ചലഞ്ച് ചെയ്യും. അങ്ങൊരു അഭിഭാഷകനാണ്, പക്ഷെ നിയമപരമായി പോലീസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ പോലീസിന് ഇത്തരത്തിലുള്ള ഒരാളെ കാണാതാകുന്നില്ല പരാതി, അസ്വാഭാവിക മരണത്തിന് ആദ്യം മിസ്സിംഗ് കേസ് പോലീസ് എടുക്കുന്നു, പിന്നീട് അസ്വാഭാവിക മരണമാകുന്നു. അപ്പൊ അത്തരത്തിൽ നിയമവ്യവസ്ഥയ്ക്ക് അതിന്റെ ഒപ്പം പോകേണ്ടേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി നോക്കുമ്പോൾ? അല്ല, അതിനൊന്നും നമ്മൾ ആരും കുറ്റം പറയുന്നില്ല, അതിനൊന്നും പക്ഷേ ഇതിന്റെ കൺസേൺ ആരാണ് ഇതിന്റെ ഒരു ഭാഗത്ത് കംപ്ലൈന്റിനായിട്ട് വരിക? അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ, ശ്രീ ഗോപൻ സ്വാമികൾ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് സ്വസ്ഥത കൊടുക്കാതെ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുവിന് തർക്കമുന്നയിക്കുന്ന വ്യക്തികൾ, ഈ ക്ഷേത്രത്തിന്റേതായിട്ടുള്ള വഴിയിൽ തർക്കമുന്നയിക്കുന്ന വ്യക്തികൾ, അങ്ങനെയൊക്കെ തർക്കമുന്നയിച്ച വ്യക്തികൾ, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത കൊടുക്കാത്ത വ്യക്തികളുടെ കൺസേൺ ആണോ പോലീസും ജില്ലാ ഭരണകൂടവും ഉന്നയിക്കേണ്ടത്? അല്ലെങ്കിൽ അതാണോ അഡ്രസ് ചെയ്യേണ്ടത്? അതോ അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ച ഭാര്യ, അദ്ദേഹത്തിന്റെ 2 മക്കൾ, അവരുടെ കൺസേൺ? അല്ലെങ്കിൽ അവരിപ്പോ നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ തന്നെ, ഗോപൻ സ്വാമികളുടെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സമാധിയാവുക എന്നുള്ളത്. അതാണ് അവർ നടപ്പിലാക്കിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ അത് സമാധിയാവുക എന്നുള്ള ആവശ്യമാണ് നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ 41 ദിവസത്തെ കൃത്യമായിട്ടുള്ള പൂജ, അതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതാണ് ചേട്ടാ, ഈ പരാതിക്കാരൻ ആര് എന്നതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഉന്നയിക്കുന്നതിൽ ഒരു നിയമ സാധ്യതയുണ്ട്. കാരണം ഒരു മരണം സംഭവിച്ചു അല്ലെങ്കിൽ ഒരാളെ കാണാതാകുന്നു, അതിലൊരു ദുരൂഹത, അത്തരം നിയമപ്രശ്നങ്ങൾ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നുണ്ട്. അതിൽ നിയമപരമായ ഒരു സാധ്യതയുണ്ട്. പോലീസ് സ്വാഭാവികം ലോ ആൻഡ് ഓർഡറുള്ള പരിപാലിക്കുന്ന പോലീസിന് അത് പരിശോധിക്കണം. അപ്പോൾ ആരുന്നയിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആരോപണത്തിലെ കഴമ്പ് അതൊരു അഭിഭാഷകൻ എന്ന രീതിയിൽ നോക്കുമ്പോഴെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട ഒരു സാധനമല്ലേ? അല്ല, അത് ഈ ആരോപിക്കുന്ന വ്യക്തികളുടെ നിക്ഷിപ്ത താല്പര്യം അന്വേഷിക്കണം. അതുപോലെ ഇത് ആരെയാണോ പോലീസും ഭരണകൂടവും ഒക്കെ തന്നെ ഇന്നലത്തെ ഞാൻ പറയുന്നില്ല, അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങളൊക്കെ തന്നെ ആരെയാണോ ക്രൂശിക്കപ്പെട്ടത്, ആ ക്രൂശിക്കപ്പെട്ടവർ യഥാർത്ഥത്തിൽ പരേതനായിട്ടുള്ള അല്ലെങ്കിൽ സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമികളുടെ ആഗ്രഹമാണോ നിറവേറ്റിയത് എന്നുള്ള കാര്യം കൂടെ കൺസേൺ ആയിട്ടുള്ളത് പോലീസിനില്ലെങ്കിലും RDO, അദ്ദേഹം മജിസ്ട്രീരിയൽ പവറുള്ള വ്യക്തിയാണ്, അദ്ദേഹം ആ കൺസേൺ കൂടെ, കുടുംബത്തിന്റെ കൺസേൺ കൂടെ കേൾക്കണം. അങ്ങനെ കേട്ടതിന് ശേഷം തന്നെയാണ് ഇന്നലത്തെ നടപടികളൊക്കെ തന്നെ നിർത്തിവെച്ചത്.